ഹലോ. ഞാനേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു. അത് 'ദ റിപ്പിൾ കോഡ്' എന്ന് പറഞ്ഞിട്ട്. ഒരു സച്ചിൻ ജെയിൻ എന്ന് പറയുന്ന ഒരു ഓഥറിൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു കൺസെപ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ പൊതുവെ ഞാനൊരു 2, 3 മണിക്കൂർ കൊണ്ട് ഞാൻ വായിച്ച് തീർത്തായിരുന്നു. ഒത്തിരി പേജുകളൊന്നുമുള്ള ബുക്കല്ല. ഒരു അറൗണ്ട് ഒരു 150, 160 പേജസേ ഉള്ളൂ. പക്ഷേ ഞാന് എനിക്കറിയാവുന്ന കുറേ കൺസെപ്റ്റുകൾ ഇതിലുണ്ട്. പക്ഷേ ഞാന് വിശ്വസിക്കുന്ന ഒരു സോർട്ട് ഓഫ് ഫിലോസഫിയോട് സ്യൂട്ടബിൾ ആണെന്ന്, അല്ലെങ്കിൽ അതിനോട് സ്യൂട്ടായിട്ടിരിക്കുന്ന ഒരു ഫിലോസഫി ആയിട്ട് എനിക്ക് തോന്നി ഈ ബുക്ക് 'ദ റിപ്പിൾ കോഡ്'. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം എഴുതിയ ആള് ഒരു ഇന്ത്യനാണ്. പക്ഷേ അദ്ദേഹം ഒരു ഓവർസീസ് ന്യൂസിലാൻഡിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറേ ലൈഫിലുണ്ടായ കുറേ മാറ്റങ്ങളും, അത് എങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് എങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം എന്നൊക്കെ കാണിക്കണതാണ് ഈ ബുക്ക്. റിപ്പിൾ കോഡ് എന്നാണ് പറയണത് ബുക്കിൻ്റെ പേര്. അപ്പോൾ നമ്മൾ റിപ്പിൾ എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ ഒരു ഒരു വെള്ളത്തിൽ ഒരു ചെറിയ കല്ല് വീണ് കഴിഞ്ഞാൽ അത് ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കും. അത് അങ്ങനെ വലിയ വലിയ ഓളങ്ങളായിട്ട് മാറും. അതിനെയാണ് ഒരു ഒരു റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയ ആക്ഷൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ തീരുമാനങ്ങളും വലിയ തീരുമാനങ്ങളുണ്ട്. പക്ഷെ വലിയ തീരുമാനങ്ങളെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ. അത് ഞാൻ എപ്പോഴും പല വീഡിയോസിലും ഞങ്ങൾ പറയാറുള്ള ഒരു കാര്യം ആണ്. കാരണം ചെറിയ ചെറിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണത് സ്വരുക്കൂട്ടിയിട്ടാണ് നമുക്ക് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണത് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കാറുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും നമ്മളുടെ ആ ചെറിയ തീരുമാനങ്ങൾ നല്ലതായിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ലിവിങ് ഇൻ ദ മൊമെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാവുന്നതായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ഇങ്ങനെ ഒരു ഒരു റാൻഡമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നു ചേർന്ന പ്രശ്നങ്ങളും അതിൽ നിന്നൊരു പേഴ്സണൽ സ്റ്റോറി പോലെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ നമുക്ക് ലൈഫിലെ കുറേ ലേബൽസ് നമുക്കുണ്ട്. നമുക്ക് തന്നെ നമുക്ക് സൊസൈറ്റി നമുക്ക് ചാർത്തി തരുന്ന ലേബൽസ് ഉണ്ട്. നമുക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന ലേബൽസ് ഉണ്ട്. ഇതിനേക്കാളും ഒത്തിരി ഉള്ളിലേക്കും മുകളിലേക്കും എല്ലാം ആയിട്ട് നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കണ ഒരു ലേബൽ ഉണ്ടല്ലോ. ഞാനെന്ന വ്യക്തി എന്താണ്? ഞാനെന്ന വ്യക്തി ആരാണ്? അത്തരം കാര്യങ്ങളതിനൊക്കെ പറ്റി പറയണ ഒരു 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 ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ആം, മെയിൻ മെയിൻ മെയിൻലി എങ്ങനെ നമ്മളുടെ ഒരു വൈ, അല്ലെങ്കിൽ ആ ഫൈൻഡിങ് ദ പർപ്പസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ സീരീസിൽ ഒത്തിരി ബുക്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഒരു സെർച്ച് ഫോർ മീനിങ്, അല്ലെങ്കിൽ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ പർപ്പസിനെ അവരുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടും പേഴ്സണൽ സ്റ്റോറി കൊണ്ടും റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയണ ഒത്തിരി ബുക്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇദ്ദേഹം ഈ ബുക്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു രീതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ റെഫറൻസ് ബുക്സ് എല്ലാം ഞാൻ വായിച്ചിട്ടുള്ളതാണ് പേഴ്സണലി. അതായത് 'ദ സീക്രട്ട്' എന്ന് പറയുന്ന ബുക്ക്, അല്ലെങ്കിൽ 'ദ ഫൗണ്ടേഷൻ ഹെഡ്' ബൈ എയ്ൻ റാൻഡിൻ്റെ നല്ലൊരു ബുക്കാണ്. അതുപോലെ 'സ്റ്റാർട്ട് വിത്ത് വൈ' സൈമൺ സിനെക്കിൻ്റെ, അല്ലെങ്കിൽ 'ദ 5 വൈസ്' എന്ന് പറയുന്ന ഒരു ബുക്ക്, 'റൂട്ട് കോസ് അനാലിസിസ് ഫോർ പ്രോബ്ലം സോൾവിങ്'. അത് നല്ലൊരു മെത്തഡോളജിയാണ്. നമ്മൾ ഓരോ ചെയ്യണതിൻ്റെ കാര്യത്തിൻ്റെ ഉള്ളിലും എന്താണ് അതിൻ്റെ ബിഹൈൻഡ് ദ റീസൺ എന്ന് കണ്ടുപിടിക്കാനുള്ള ബുക്ക്. അങ്ങനെ കുറേ ബുക്സും, അതുപോലെ കുറച്ച് 1, 2 സ്റ്റോറി, സുനിത കൃഷ്ണൻ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റിൻ്റെ ഒരു സ്റ്റോറി, അതുപോലെ അങ്ങനത്തെ കുറേ കുറേ നല്ല സ്റ്റോറീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു ഭാഗം ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ അത് വഴി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചിങ്ങനെ ആഴത്തിലിങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെ നമ്മളുടെ ഒരു വൈ എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് നമ്മളുടെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് എങ്ങനെ കണ്ടുപിടിക്കാം. അതങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് സിമ്പിൾ ഇങ്ങനെ പറയും, നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ എന്തുകൊണ്ടാണെന്ന് നമ്മളൊരു ഒരു 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 വൈ ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് നമുക്കതിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയണത്. അപ്പോൾ അദ്ദേഹം പറയണത് നമ്മൾ പാസ്റ്റിനെയും ഫ്യൂച്ചറിൻ്റെയും പറ്റി കൂടുതൽ ആകുലതപ്പെടാണ്ട്, ഹൗ ഹൗ ഷുഡ് യു ലിവ് ടുഡേ, അതായത് ഇന്ന് എങ്ങനെ നമുക്ക് ജീവിക്കാം, ഇന്ന് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം. ആ ഒരു റിപ്പിൾ സോണിൽ നമുക്ക് ഓരോ ദിവസവും ചെറിയ ചെറിയ ആക്ഷൻസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് വലിയ 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 റിസൾട്ട് ഉണ്ടാക്കാം എന്നൊക്കെയാണ് അത് പറയണത്. അതിലെ ഒരു ഒരു മെയിൻ പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇത്, കറേജ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ഒരു സെൽഫ് ബിലീഫ് ഉണ്ടെങ്കിലേ നമുക്കെപ്പോഴും നമുക്കൊരു ഒരു ഒരു മുന്നോട്ടേക്ക് ജീവിതത്തിനെ മാറ്റിയെടുക്കാനും അതുപോലെ വളരാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ലെസൺസ് എങ്ങനെ നമുക്ക്, അതായത് ഫെയിലിയറിൽ നിന്ന് എങ്ങനെ നമുക്ക് ലെസൺസ് പാഠങ്ങൾ പഠിക്കാം,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്കൂളിലെ ഒരു ടീച്ചർ അദ്ദേഹത്തിന് പണ്ട് എങ്ങോ അദ്ദേഹത്തിന് കുറേ ഹിഡൻ ആയിട്ടുള്ള ടാലന്റ് കണ്ടുപിടിച്ചതും അതങ്ങനെ ഒരു മാർക്കിനപ്പുറത്തേക്ക് ആ ഒരു ടീച്ചർ കൊടുത്ത പ്രചോദനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗമായതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഈ ബുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അത്ര അറിയില്ല. പക്ഷേ എനിക്കൊരു കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടണം എന്ന് തോന്നി. അപ്പോൾ അതിൽ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻട്രിഗിങ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ആ ഒരു ഡെത്ത് ദ ഫൈനൽ റിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിൽ ഒരു 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 പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ ഇങ്ങനെയാണ് പറയണത്. നമ്മളുടെ ഡെത്ത് സെറിമണി മുന്നിൽ കാണുമ്പോൾ നമ്മളെന്താണ് ചിന്തിക്കണത്, അല്ലെങ്കിൽ ആ സമയത്ത് ചുറ്റുമുള്ള ആളുകൾ നമ്മളെപ്പറ്റി എന്ത് പറയണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് നമ്മളുടെ പർപ്പസ് നമ്മൾ കണ്ടുപിടിച്ച് തുടങ്ങണത് എന്നൊക്കെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും അതിൽ പറയുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പോർഷനാണ്. ഞാൻ അങ്ങനെ വേറെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുള്ളതാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു നമ്പർ ഓഫ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡേയ്സ് ദാറ്റ് യു ഹാവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ഏകദേശം ഇതാണ് ഇതിൻ്റെ ഒരു ബുക്ക്. അതായത് നമുക്ക് ഒരു 90 വയസ്സുള്ളൂ എന്ന് വിചാരിക്കും. 90 വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സാണോ അത്ര 90 മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന ആ ഇയേഴ്സിനെ ഒരു 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 365 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ ആ ഒരു 4000 വീക്സ് എന്ന് പറഞ്ഞ ബുക്സിൽ അതിനെപ്പറ്റി അത്തരം ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ട് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് ആ ബുക്കിൻ്റെ ഒരു ടൈറ്റിൽ ഹെഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്കൊരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു ക്ലോസ് ടു 40 വയസ്സൊക്കെ ആയിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 20,000 താഴെ അല്ലെങ്കിൽ 15,000 ഡേയ്സേ നമുക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളൂ. പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഒരു ദിവസം 24 എന്ന് പറയണത് നമുക്ക് 1/3 കുറയ്ക്കുകയാണെങ്കിൽ അത് നമ്മൾ ഉറങ്ങാൻ എടുക്കുന്ന സമയം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഏകദേശം ഒരു 8,000 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ അത്രയും നമ്മളാ ഒരു സമയത്തിന് വാല്യൂ ചെയ്ത് അത്രയും നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളെ മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ദിവസങ്ങളുള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 40 ഇയേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ 90 വയസ്സ് ജീവിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലും താഴെയാണെങ്കിൽ അത്രയും പോലും ഇല്ല. ഇപ്പോൾ ഒരു 6,000 7,000 ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. അതിനെ നിങ്ങൾ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാനാണ് ഉദ്ദേശിക്കേണ്ടത്? എന്ത് വാല്യൂ ആണ്, അല്ലെങ്കിൽ എന്ത് ആണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ ആ ലൈഫ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണ ഒരു ബുക്കാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ ദ റിപ്പിൾ എഫക്റ്റ് അല്ലെങ്കിൽ റിപ്പിൾ കോഡ് എന്നാണ് ബുക്കിൻ്റെ പേര്. സോ അപ്പോൾ പിന്നെ കാണാം.